സത്യം പറഞ്ഞാൽ പേടിച്ചു പോയമ്മേ. കുറേ നാൾ മുന്നേ മഴക്കാലത്തായിരുന്നേ, അടുക്കളപ്പുറത്ത് ഇതുപോലെ ഞാനൊന്ന് തെന്നി വീണു. പൊട്ടലൊന്നുമില്ലാതെ ഭാഗ്യത്തിനാണ് രക്ഷപ്പെട്ടത്. ഇന്ന് വീണപ്പോഴും ഞാനത് ആലോചിച്ചത്, ദൈവമേ പൊട്ടലും എല്ലാം പറ്റുമെന്ന്. രാവിലെ എണീക്കുമ്പോഴേ പ്രാർത്ഥിച്ചെണീക്കുന്ന ദൈവമേ ഒന്ന് വീണു പോവല്ലേ, കിടന്നു പോവല്ലേ എന്നാ. കാരണം കിടന്നു കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷെ ചുറ്റിനുള്ളവർ മുഴുവൻ ബുദ്ധിമുട്ടത്തില്ലേ. ഇന്നെന്താണോ എൻ്റെ പ്രാർത്ഥന ഫലിച്ചില്ല. അമ്മ എന്നടാ അത് നീ എന്തിനാ വിഷമിക്കുന്നതിന്? അമ്മയ്ക്കൊന്നുമില്ല. അയ്യോ കരയുന്ന എന്തിനാ മക്കളെ? അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിക്ക് ജീവനാ, അതുകൊണ്ടാ ഇങ്ങനെ കഴിയുന്നത്. ഇത്രയും നിസ്സാര കാര്യത്തിനൊക്കെ ഇങ്ങനെ കരയുന്ന എന്തിനാ? അമ്മയ്ക്ക് ഒന്നുമില്ലെന്ന് മക്കളോട് പറഞ്ഞില്ലേ? കരയല്ലേ മോനെ. ഇതമ്മോയ് സംഭവം ലച്ചേച്ചി ഇടക്കിടയ്ക്ക് ചാടിക്കടിയൊക്കെ ചെയ്യുമെങ്കിലും മനസ്സിൽ പാവുക. ഓ കരയണ കരച്ചിലുണ്ട. അത് എനിക്ക് എന്തെങ്കിലും വന്നാലും അങ്ങനെ പെട്ടെന്ന് മുഖമൊക്കെ മാറി പിന്നെ അങ്ങ് കരച്ചിലാവും അങ്ങ്. അതെപ്പമ്മ ലച്ചു അഴുതാ? അത് ഇന്നലെ നടന്ന കാര്യങ്ങൾ ഇന്ന് നിന്നോട് ചോദിച്ചാൽ എനക്ക് ഓർമ്മയില്ല. അപ്പൊ ഇത് എനക്ക് ഓർമ്മ കാണുമോ? അമ്മൂമ്മേ, ലച്ചു ചേച്ചി ഇപ്പൊ ഇവിടെ കരഞ്ഞോണ്ടിരിക്കുന്നു. അതാണ് നിങ്ങളുടെ വിഷയം. എന്തുവാ പറ, വേറെന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തു പറ്റി? ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇല്ലെങ്കിൽ ഞാൻ ചങ്കൂട്ടി ചാവും. എന്തുവാടാ പറ, എന്താ പ്രശ്നം? രാവിലെ ഞാനിവിടെ പഴത്തൊലിയിൽ ചവിട്ടി തെന്നി അടിച്ച് വീണില്ലേ, അത് ഇവള് കൊണ്ടുവന്നിട്ടതാ. കേശു കൂട്ടി നിന്ന്. അപ്പൊ ഞാൻ ആ ഒരു ചെറിയ ഒരു വാശിക്ക് ഇവളെ ഞാൻ മൈൻഡ് ആക്കിയില്ല. അത് പോട്ടെ, അവള് കുഞ്ഞല്ലേ. ഞാൻ ഇവനൊരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ പഴത്തൊലിയിട്ട് ഞാനാ. പക്ഷെ തെന്നി അടിച്ച് വീണത് അമ്മേ. ഞാനത് വേണമെന്ന് വിചാരിച്ച് ചെയ്തതല്ല. അവക്ക് അവൻ കൂട്ട് വന്നപ്പോഴത്തേക്ക് എനിക്ക് ഞാൻ അങ്ങനെ ദേഷ്യപ്പുറത്ത് ഞാൻ ചെയ്തതാ. അല്ലാതെ ഇനി ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒന്നും ചെയ്യത്തില്ല, സത്യമായിട്ടും. ഇതിനാണോ ഈ വിഷമിച്ചത് മുഴുവൻ? നീ മനഃപൂർവ്വം അവിടെ കൊണ്ട് പഴത്തൊലി ഇട്ടിട്ട് അമ്മയെ വീഴിക്കുവോ? ഇല്ലല്ലോ. അത് അമ്മയ്ക്ക് അറിഞ്ഞൂടെ? നിങ്ങൾ പിള്ളേർ തമ്മിലുള്ള കളിക്കിടയിൽ നിനക്ക് പറ്റിയൊരു അബദ്ധം അല്ലേ? അതിന് ഇത്രയും കരഞ്ഞ് മെഴുകി നീ നല്ല ചിരിച്ച് ദേഷ്യപ്പെട്ട് കളിച്ച് ഇവിടെ ഓടി നടക്കുന്ന ആളാണ് ലച്ചു അല്ലേ? അമ്മേ, ഓ ഒരു കാര്യം പറയാൻ മറന്നുപോയി. മണ്ടത്തരം അത് പറഞ്ഞില്ല. അത് ചേച്ചിയുടെ സ്പെഷ്യാലിറ്റി. അതിവിടെ என்ன லட்சு பாரு, இப்படி எல்லாம் சொல்லக்கூடாது. കേശുവല്ലേ നീ? ആ പോട്ട്, അങ്ങനെയെങ്കിൽ അങ്ങനെ சொல்றத கேளு. அவ சின்ன குழந்தையெல்லாம் இல்ல, அக்கா தானே. பின்ன என்ன இப்படி எல்லாம் பேசுறீங்க?